ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് സെബ്രോണിക്സിൻ്റെ വണ്ടർബാർ 10 എന്ന് പറയുന്ന ഒരു സ്പീക്കറാണ്. നമുക്ക് കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന RGB ലൈറ്റും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ വരുന്നൊരു കിഡിലൻ സ്പീക്കറാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ. ഏകദേശം 700 രൂപയ്ക്കാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, ഓൺലൈനായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ലിങ്കും കാര്യങ്ങളും ഞാൻ എല്ലാം വീഡിയോയിൽ പറയുന്ന പോലെ താഴെ കൊടുത്തേക്കാം. അപ്പം ഇതിൻ്റെ പുറത്ത് കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ബോക്സിൻ്റെ പുറത്ത് USB പവേർഡാണ്, അതുപോലെ RGB ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ വോളിയം കൺട്രോളർ വരുന്നുണ്ട്, അതുപോലെ 2-in-1 ഡിസൈനാണ്. മൈക്രോഫോണിൻ്റെയും അതുപോലെ ഹെഡ്ഫോൺ ജാക്കും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അതും കൊടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പുറത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ. അതുപോലെ 10 വാട്ടിൻ്റെ സ്പീക്കറാണ്. ഒരു സ്പീക്കർ 5 വാട്ട്, ഒരു സ്പീക്കർ 5 വാട്ട്, അങ്ങനെ മൊത്തം 10 വാട്ടിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ബോക്സിൻ്റെ പുറത്ത് ഇത്രയും കാര്യങ്ങളാണ് മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1499, 1500 രൂപ വരെ പ്രൈസ് ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കിത് 700 രൂപയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബോക്സിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്പീക്കർ മാത്രമാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മുടെ സെബ്രോണിക്സിൻ്റെ വണ്ടർബാർ 10 എന്ന് പറയുന്ന 10 വാട്ടിൻ്റെ സ്പീക്കർ. അപ്പോൾ ഇതിൻ്റെ RGB ലൈറ്റും സെറ്റപ്പും ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ഇതിൻ്റെ വോളിയം കൺട്രോളറാണ്. അതുപോലെ ഇതിൻ്റെ താഴെയായിട്ട് മൈക്ക് കണക്ട് ചെയ്യാനുള്ളതും നമുക്ക് ഹെഡ്ഫോൺ എക്സ്ട്രാ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ പുറകുവശത്തായിട്ട് 3 വയറുകളാണ് വരുന്നത്. ഇതിലൊന്ന് നമുക്ക് ഇതിലേക്ക് പവർ കൊടുക്കാനുള്ള USB കണക്ഷൻ്റെ ആ ഒരു പോർട്ടാണ് വരുന്നത്. ഒന്ന് നമുക്ക് മൈക്കിൻ്റെതും, ഒന്ന് നമുക്ക് AUX നമ്മുടെ സിസ്റ്റത്തിൽ നിന്നൊക്കെ വരുന്ന ഔട്ടില്ലേ അത് കൊടുക്കാനുള്ള. ഇത്രയും സാധനങ്ങളാണ് ഈ സ്പീക്കറിൽ വരുന്നതെന്ന് പറഞ്ഞാൽ. എന്തായാലും നമുക്കിതിപ്പോൾ ഇങ്ങനെ പറയുന്നതിൽ കാര്യം ഉണ്ടായിരിക്കില്ല. നമുക്ക് സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഈ RGB കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാവും. അതുപോലെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു 2-in-1 ഡിസൈനാണ്. നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഒറ്റ സൗണ്ട് ബാർ സിസ്റ്റം പോലെ തന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. ഞാനിതിങ്ങനെ മേലെ എവിടെയെങ്കിലും സെറ്റാക്കിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. ഇങ്ങനെ ഇത് കാണുന്നല്ലേ, ഇങ്ങനെ എങ്ങനെയെങ്കിലും സെറ്റാക്കിയാലോ എന്നൊരു ഐഡിയ ഉണ്ട്. ഇതെങ്ങനെ നിർത്തും എന്നുള്ളതിലാണ്. ഇങ്ങനെ കാണുമ്പോൾ കുറച്ചും കൂടി രസമുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓണാകുമ്പോൾ മനസ്സിലാവും RGB ലൈറ്റും കാര്യങ്ങളും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ വെച്ചിട്ട് പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ 2 കഷ്ണമായിട്ടും കൈ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് മോണിറ്ററിന് 2 സൈഡിൽ കൊടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഒന്ന് USB കണക്ട് ചെയ്തിട്ട് സിസ്റ്റത്തിന് കൊടുത്തു നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്പീക്കർ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ച് എന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ വെച്ച് നോക്കാം ഇവിടെ. എന്നിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് പവർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഇവിടെ ചാർജർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാപ്പിൽ നിന്നല്ല കൊടുക്കുന്നത്, നേരെ ഒരു ചാർജറിൽ നിന്ന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്, ഓൾറെഡി ഓൺ ആയിരുന്നു തോന്നുന്നു കേട്ടോ. ജസ്റ്റ് ലൈറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ RGB ലൈറ്റിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇവിടെ തിരിക്കുമ്പം ഓണും ഓഫും ഈ ബട്ടൺ തന്നെയാണ്, കൺട്രോളും ഈ ബട്ടൺ തന്നെയാണ് വരുന്നത്. RGBയുടെ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ 2 വരുന്നുണ്ട്, ഈ 2 ഭാഗത്തോട്ട് 2 LED കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ കാണുമ്പോൾ അത്യാവശ്യം ഭംഗിയുണ്ട്. നമുക്കിത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഭാഗത്തൊക്കെ കൊടുത്തിട്ട് നോക്കാം. നമുക്കിതിലേക്ക് ഇനി ഓഡിയോ കണക്ഷനും കൂടി കൊടുത്തിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിയോയുടെ കണക്ഷൻ എന്ന് പറയുന്നത്. അതിവിടെ കണക്ട് ചെയ്യാം. ഓഡിയോ സെറ്റായിട്ടുണ്ട്. ഇനി കോപ്പി റൈറ്റ് ഇല്ലാത്തൊരു മ്യൂസിക് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അയ്യോ സോറി, നമ്മുടെ സബിലാണ് പ്ലേ ആവുന്നത്. നമുക്ക് ബ്ലൂടൂത്ത് ഒന്ന് ഓഫ് ആക്കണം. ഇപ്പം നമുക്ക് ഈ ഒരു മ്യൂസിക് പ്ലേ ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പീക്കറിലാണ്. എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളത് നിങ്ങളിത് നോക്കി. എനിക്ക് കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്, എന്നാലും വലിയൊരു ബേസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതാണ് ഈ ഒരു സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാനൽ മിക്സ് ചെയ്യുന്നൊരു ഫീൽ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 ഭാഗത്ത് കൊടുത്ത് ഏകദേശം അത് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും.
ഇപ്പം തന്നെ നമുക്ക് ഈ 2 ചാനലിലും അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് മാറി മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ എഫക്റ്റ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്നാലും അടിപൊളി എന്ന് പറയത്തക്ക ഒന്നുമില്ല. ജസ്റ്റ് ഇതൊന്ന് 2 സ്പ്ലിറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ 2 സൈഡിലായിട്ട് വെച്ച് നോക്കാം. സോ അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ RGB ലൈറ്റിംഗ് സെറ്റപ്പ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റും കൂടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം 2 സൈഡിലാക്കിയിട്ട് വെച്ച് നോക്കാം. വയറൊക്കെ പുറകിലോട്ട് എടുത്താൽ മതിയല്ലോ, നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി ഇതിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കേട്ടപ്പോൾ എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും അത്ര അടിപൊളിയാണെന്ന് വെച്ചാൽ അല്ല, അത്ര മോശമാണെന്ന് വെച്ചാൽ അല്ല, അതിൻ്റെ ഒരു ആവറേജ് പോലെ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഓക്കെയാണ്. 700 രൂപയ്ക്ക് ഇത്രയും RGB സെറ്റപ്പും അതുപോലെ കുഴപ്പമില്ലാത്തൊരു ഓഡിയോ ക്വാളിറ്റിയും ഇതിന് കിട്ടുന്നുണ്ട്. എന്തായാലും ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്. അപ്പം അടുത്തുള്ളൊരു വീഡിയോ ആയിട്ടാണ് വരെ. ബൈ.